ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, ആധുനികമായ ഭാഷാ പഠനം അതെങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ലിംഗ്വിസ്റ്റിക് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദെയർ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയായ പഠനമാണ്. ഇതിനെക്കുറിച്ച് ഒരു ഭാഷയുടെ എലിമെൻസിനെ കുറിച്ചും ആ ഭാഷയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചുമുള്ള ഒരു പഠനത്തെയാണ്, ചിട്ടയായ പഠനത്തെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫിലോളജി വാസ് ദ ഓൾഡർ ടേം യൂസ്ഡ് ടു റെഫർ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഇത് ഓർത്ത് വെച്ചുകൊള്ളുക. ഫിലോളജി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിനെ പണ്ട് സൂചിപ്പിച്ചിരുന്ന പദമാണ് ഫിലോളജി എന്ന് പറയുന്നത്. ഫിലോളജി വാസ് റാദർ കമ്പാരറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ. അപ്പോൾ ഫിലോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടി കമ്പാരറ്റീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ആൻഡ് ഹിസ്റ്റോറിക്കൽ, അത് പഴയതാണ്, ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ്. A comparative study of language focuses on the similarities and differences within a family of related languages. അപ്പോൾ എന്താണ് കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് എന്ന് പറഞ്ഞാൽ താരതമ്യ പഠനമാണ്. അത് ഏതിനെ തമ്മിൽ? എ ലാംഗ്വേജ് ഫോക്കസസ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വിത്തിൻ എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജ്. ഇപ്പോൾ ദ്രാവിഡ ഭാഷകൾ എന്ന് പറയും. ഈ ദ്രാവിഡ ഭാഷകൾ ഇപ്പോൾ തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയ ഭാഷകൾ, ഈ ഭാഷകൾക്കൊക്കെ കുറേ സിമിലാരിറ്റീസ് ഉണ്ടാവും. ആ സിമിലാരിറ്റികളെക്കുറിച്ചും അതിൻ്റെ ഡിഫറൻസസിനെ കുറിച്ചും അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചും തമ്മിൽ നോക്കി പഠനം നടത്തുക. അപ്പോൾ ഒരു ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ ടോപ്പിക്കായിട്ട് എടുത്ത് അവ തമ്മിലുള്ള സിമിലാരിറ്റീസ്, സാദൃശ്യങ്ങൾ, അതേപോലെ ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ, ഇവ തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള പഠനത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫിലോളജി അഥവാ കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒന്ന്. ഇനി എ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി അനലൈസസ് ദ എവല്യൂഷൻ ഓഫ് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഓർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഓവർ എ ലോങ് കോഴ്സ് ഓഫ് ദ ടൈം. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്, അപ്പോൾ കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞാലാണ് ഒരു ഫാമിലിയിലുള്ള ഭാഷകളെ എടുത്ത് അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ സിമിലാരിറ്റീസും പഠിക്കുന്നതിന് പറയുന്നത്. എന്നാൽ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഇവല്യൂഷൻ ഓഫ് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, അതായത് പരിണാമം, വന്ന മാറ്റങ്ങൾ, ഒരു ലാംഗ്വേജ് ഫാമിലിക്ക് വന്ന മാറ്റങ്ങൾ ഏതിലൂടെ? വിത്തിൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ് ഓവർ എ ലോങ് കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ ഈ ദ്രാവിഡ ഭാഷയിൽ തന്നെ ഒരു ഭാഷയ്ക്ക്, അല്ലെങ്കിൽ മലയാളം എടുക്കുക, മലയാളത്തിന് നമ്മൾ പണ്ടത്തെ മലയാളം എങ്ങനെയാണ്, ഇപ്പോഴത്തെ മലയാളം എങ്ങനെയാണ്, അപ്പോൾ പണ്ട് മുതൽക്ക് ഇന്ന് വരെ ആ മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു ഒരു നീണ്ട കാലഘട്ടങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നീണ്ട കാലഘട്ടം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള പഠനമാണ്. ദിസ് ടൈപ്പ് ഓഫ് സ്റ്റഡി ഓഫ് ദ ചേഞ്ചസ് ഇൻ ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈം ഈസ് കാൾഡ് ഡയാക്രോണിക് സ്റ്റഡി. ഇതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. എന്താണത്? ദിസ് ടൈപ്പ് ഓഫ് സ്റ്റഡി ഓഫ് ദ ചേഞ്ചസ് ഓഫ് ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈം, ഒരു പ്രത്യേക അളവിനുള്ളിൽ ഒരു ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാക്രോണിക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സിങ്ക്രോണിക് സ്റ്റഡി ഉണ്ട്, ഡയാക്രോണിക് സ്റ്റഡി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡയാക്രോണിക് സ്റ്റഡിയാണ് പറയുന്നത്. അപ്പോൾ ഡയാക്രോണിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് സ്റ്റഡി അബൌട്ട് ദ ചേഞ്ചസ് ഇൻ എ ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈം, ഇറ്റ് ഈസ് കോൾഡ് ഡയാക്രോണിക് സ്റ്റഡി. അപ്പോൾ ഒരു ഭാഷയ്ക്ക് ഒരു പ്രത്യേക കാലയളവിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡയാക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നു. ഓൺ ദ അതർ ഹാൻഡ്, an analysis of the systematic interrelation of the elements of a single language at a particular time is called synchronic study. അതേസമയം an analysis of the systematic interrelation, അതായത് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ഇൻ്റർറിലേഷൻ, ചിട്ടയായിട്ട് നടക്കുന്ന ഇൻ്റർറിലേഷൻ ഓഫ് ദ എലിമെൻറ്റ്സ് ഓഫ് എ സിംഗിൾ ലാംഗ്വേജ്, ഒരു ഭാഷ എടുത്ത് അതിനുള്ളിലെ എലിമെൻറ്റ്സ്, അതിനുള്ള ഭാഷ ഫോം ചെയ്യാൻ ആവശ്യമായ ഘടകങ്ങൾ, നമ്മൾ പറയില്ലേ നൗൺ, പാർട്സ് ഓഫ് സ്പീച്ച്, വെർബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തമ്മിലുള്ള പരസ്പര ആയിട്ടുള്ള ബന്ധം, അതിനെക്കുറിച്ച് ഒരു പ്രത്യേക ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്താൽ ഇംഗ്ലീഷിലെ എലിമെൻറ്റ്സ് തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നു. ആ ഭാഷയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ഡയാക്രോണിക് സ്റ്റഡി, ഭാഷയുടെ ഒരു ഭാഷയിലുള്ള എലിമെൻസിൻ്റെ ഇൻ്റർ റിലേഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറയുക.
A new approach to the study of language began with the experiments and observation made by Ferdinand de Saussure, a Swiss linguist. അപ്പോൾ ഭാഷയെക്കുറിച്ച് പുതുതായ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് പഠനം തുടങ്ങിയത് ഫെർഡിനാൻഡ് ഡി സോസ എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഒരു സ്വിറ്റ്സർലാൻഡുകാരനായിരുന്നു. He is regarded as the father of modern linguistics. ആധുനിക ഭാഷാ പഠനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ്. ആര്? ഫെർഡിനാൻഡ് ഡി സോസർ. മറക്കരുത്, ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്? അദ്ദേഹമാണ്. ആര്? ഫെർഡിനാൻഡ് ഡി സോസർ. He considered language as a self-sufficient system. അദ്ദേഹം ഭാഷയെ ഡിഫൈൻ ചെയ്ത് എന്തായിട്ടാണ്? ഒരു സെൽഫ് സഫിഷ്യൻറ്റ് സിസ്റ്റമാണ്, ഒരു സ്വയം പര്യാപ്തമായ ഘടനയായിട്ടാണ് അദ്ദേഹം ഭാഷയെ ഡിഫൈൻ ചെയ്തത്. ഹിസ് ലെക്ചേഴ്സ് ഓൺ ലാംഗ്വേജ് വർ പബ്ലിഷ്ഡ് ഫ്രം സ്റ്റുഡൻസ് നോട്ട്സ് ഇൻ 1916, 3 years ആഫ്റ്റർ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഭാഷാ പഠനങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകളെല്ലാം പുറത്തു വന്നത് 1916 പക്ഷേ അപ്പോഴേക്കും അത് പുറത്തു വന്നപ്പോഴേക്കും അദ്ദേഹം മരിച്ച് 3 വർഷമായി എന്നുള്ളതാണ് പ്രത്യേകത. These lectures have been translated as course in general linguistics. ഇന്നും ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട റഫറൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. Important contributions to linguistics were also made by American descriptive and structural linguists. അതേപോലെ തന്നെ അമേരിക്കക്കാരായിട്ടുള്ള മറ്റു പല ഭാഷാ പണ്ഡിതന്മാരും ഭാഷാ പഠനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എഡ്വേർഡ് സാപ്പിർ ആൻഡ് ലിയോണാർഡ് ബ്ലൂംഫീൽഡ് വെയർ നോട്ടബിൾ എമംഗ് ദം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളായിരുന്നു, ഒന്ന് എഡ്വേർഡ് സാപ്പിറും മറ്റൊന്ന് ലിയോണാർഡ് ബ്ലൂംഫീൽഡ് എന്ന് പറയുന്ന വ്യക്തിയും. എ ബേസിക് ടെക്സ്റ്റ് ഇൻ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ഈസ് ബ്ലൂംഫീൽഡ്സ് ലാംഗ്വേജ്. അപ്പോൾ അതേപോലെ തന്നെ അമേരിക്കയിൽ ഭാഷാ പഠനം നടത്തുന്ന സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ ലിയോണാർഡ് ബ്ലൂംഫീൽഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ലാംഗ്വേജ് എന്നുള്ളത് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്. സോസർ ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ കൺസെപ്റ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ അനലൈസിങ് ലാംഗ്വേജ്. ഒരു ഭാഷയെ എങ്ങനെ സമീപിക്കണം, അതിനെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ഒരുപാട് പുതിയ ആശയങ്ങൾ നൽകിയ വ്യക്തിയാണ് ഭാഷാ പഠനത്തിൻ്റെ പിതാവായിട്ടുള്ള ഫെർഡിനാൻഡ് ഡി സോസർ. The following are some of the major terms and concepts introduced by him. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭാഷാ പഠനത്തിന് സോസർ നൽകിയ സംഭാവനകളാണ്.